മദ്ഹ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞ മനസ്സിൽ നിന്നുണ്ടാകണം. അതാണ് മദ്ഹ്. സ്വലാത്ത് നല്ലതല്ല, 100% നല്ലതാണ്. അതേ സമയത്ത് നീ പലപ്പോഴും ആ സ്വലാത്തും മദ്ഹാകും നീ പുണ്യ റസൂലിനെ ഉദ്ദേശിച്ചില്ല. മറ്റത് കടം വിടാൻ മാമൂല. അപ്പം നബിയല്ല മനസ്സിൽ കടാണ്. അങ്ങനെ സ്വലാത്തിൽ കൂടെ ചെല്ലാം, കൂലിട്ടൂരി കിട്ടാം. ഇതൊന്നുമില്ല ഞാൻ പറയില്ല. പക്ഷെ അതൊന്നുമല്ല മദ്ഹ്. എന്നാൽ ഉള്ളുന്നുണ്ടാകണം. ഒരു മങ്കൂസ് മൗലൂദ് കഴിഞ്ഞാലും എനിക്ക് കഴിയാത്തത് പോലെ തോന്നും. കുറച്ചുകൂടി കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. മറ്റോ ഒരു ഹദീസല്ലേറ്റ് എൻ്റെ വല്യാപ്പ അങ്ങനെയായിരുന്നു. നബി കൽപ്പിച്ചൊരു കാര്യം ഞാൻ ചെയ്തില്ല എങ്കിൽ ലിമമാഫാൽത്തു, ഞാൻ എന്നോട് പറഞ്ഞില്ലേ എന്തേ നീ ചെയ്യാതിരുന്നു, അങ്ങനെ ചോദിച്ചിട്ടില്ല. നബിയുടെ കർമ്മം കഴിഞ്ഞാൽ എന്നെ ഏൽപ്പിച്ച കാര്യം നടന്നിട്ടില്ലെങ്കിൽ നബി ചെയ്യും, എന്നോട് ചോദിക്കൂല. എങ്ങനെയുണ്ട്? അതാണ് മുഹമ്മദ് മുസ്തഫ. ഒരു കാലിലേക്ക് ഒരു കൈ നീട്ടിയിട്ട് ആ കൈനെ നബി വലിച്ചിട്ടില്ല, അയാൾ വലിച്ചിട്ടല്ലാതെ. അതാണ് മുഹമ്മദ് മുസ്തഫ. കാൽ നീട്ടി ജീവിതത്തിൽ ഇരുന്നിട്ടില്ല, സദസ്സിലേക്ക് കാൽ നീട്ടി ജീവിതത്തിൽ ഇരുന്നിട്ടില്ല. പുണ്യ റസൂൽ ഒരു കാൽ മറ്റൊരു കാലിന്റെ മേൽ കയറ്റിച്ചിരുന്നില്ല. ജീവിതത്തിൽ ഒരു കാൽ മറ്റേ കാലിന്റെ മേൽ കയറ്റിച്ചിരുന്നില്ല. ജീവിതത്തിൽ അങ്ങനെ ഒക്കെ കഴിയും. كفاني شرور الجن والإنس من نفى دجى البغي والأسواء بالنور مصطفى. കഫാനി എനിക്ക് പരിഹരിച്ചെന്ന് ഷുറൂറൽ ജിന്നി, ജിന്നുകളെ ഷെറുകളെയും ഇൻസിന്റെ ഷെറുകളെയും പരിഹരിച്ചത് മൻ, ഒരു റബ്ബ്. നഫ, ആ റബ്ബ് ഇല്ലാതെയാക്കി. ദുജൽ ബഗി, അതിക്രമത്തിന്റെ ഇരുട്ടിനെ, വൽ അസ്വാ, ഈ ചീത്തകളുടെയും ഇരുട്ടിനെ ഇല്ലാതെയാക്കി. എന്തുകൊണ്ട് അള്ളാഹു ഇല്ലാതെയാക്കി? എന്തിനെ മാധ്യമമാക്കിയിട്ട്? ബിന്നൂരി മുസ്തഫ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ ഭൂമിയിലേക്ക് അയച്ച് എല്ലാ അതിക്രമങ്ങളെയും അള്ളാഹു തആല അമർ ചെയ്തു. ആ റബ്ബ് തന്നെയാണ് എനിക്ക് ജിന്നുകളെ ഷെറും ഒഴിവാക്കി തന്നത്. മനസ്സിലായില്ലേ? അവിടെ രണ്ട് ഉദ്ദേശം കവിക്കുണ്ട്. ഒന്ന്, മനസ്സിലായില്ലേ? 2-3 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഏത് ജിന്ന് നിന്നെ ഉപദ്രവിച്ചാലും നിനക്കാര് മതി, അള്ളാഹു മതി. ഒന്ന്, അതെന്നെ പാടാം, അത് വലിയ പാടാണ്. രണ്ടാമത്തെ പാട്, ജിന്നുകൾ ഉപദ്രവിക്കും, അതൊരു പാട്ടാണ്. പിന്നെ അടുത്ത പാടെന്താണ്? ആ അള്ളാഹു ഈ ഭൂമിയിലേക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ആരെ പറഞ്ഞതാണ്? മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെയാണ് അടുത്ത പാഠം. كفاني شرور الجن والإنس من نفى دجى البغي والأسواء بالنور مصطفى. كفاني مكر الماكرين وكيدهم كفى الضر والبأساء عني والجفاء. കഫാനി, അള്ളാഹു എനിക്ക് മതിയാക്കി തന്നു. മക്റൽ മാക്കിരീന, എല്ലാ ചതിക്കാരുടെയും ചതിയെ. വക്കൈദഹും, അത് പര്യായ പദമാണ്. വക്കൈദഹും, അവരുടെ വഞ്ചനയെയും. പദം മാറ്റി എന്നുള്ള 2 ഉദ്ദേശം തന്നെ. മക്ർ, കൈദ്, ചതി, വഞ്ചന. പിന്നെ കഫ, അവൻ എനിക്ക് മതിയാക്കി തന്നു. അൽലുറ വൽ ബഅസാ, അൽലുറ ബുദ്ധിമുട്ടിനെ, വൽ ബഅസാ ചീത്തകളെയും പ്രയാസങ്ങളെയും. അന്നി, എന്നെ തൊട്ട്. വൽ ജഫാ, വൽ ജഫാ, ജഫാഇനി, ജഫാ എന്ന് പറഞ്ഞാൽ, ജഫാ എന്ന് പറഞ്ഞാൽ, ജഫാ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ജഫാ എന്ന് പറഞ്ഞാൽ, ജഫാ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരാളും തൻ്റെ കൂടെ ഇല്ലാതിരിക്കുക എന്ന അവസ്ഥ. എന്നാണ് ജഫ എന്ന് പറയാം. ജഫേ, സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥയും എനിക്ക് പരിഹരിച്ചെന്നു, എനിക്ക് കുറച്ച് സഹായികളെയും തന്നു. അങ്ങനെ അർത്ഥം വെച്ചാൽ ജഫ, എല്ലാവരും നമ്മളെ ഒഴിവാക്കി പോകുന്നതിനാണ് ജഫ എന്ന് പറയാം. എല്ലാവരും ഒറ്റപ്പെടുത്തുക. ആ ഒറ്റപ്പെടുത്തലിനെയും എനിക്ക് പരിഹരിച്ചെന്നു. ആരെങ്കിലുമൊക്കെ നമ്മളൊപ്പം ഉണ്ടാവും. അൽഹംദുലില്ലാ, അത്ര തന്നെ അതിൻ്റെ കാര്യം. കുറേ ആളുകൾ പോകും, എല്ലാവരും പോകും വേണം. എന്തുകൊണ്ട്? ഒന്നുപോലും മുഴുവനും കൂടി പോവുകയാണെങ്കിൽ പിന്നെ നാടാകെ പന്തലിടം തീരും. അത്രേ അർത്ഥം. അപ്പോൾ കുറേ പോകണം, അങ്ങനെ പോകണം, അത്രയേ ഉള്ളൂ. كفاني مكر الماكرين وكيدهم كفى الضر والبأساء عني والجفاء. والزمني ذكر الحبيب ومدحه عليه صلاة الله ما شارق خفا. والزمني, അള്ളാഹു എന്നെ നിർബന്ധിച്ചു. ദിക്ർ അൽ ഹബീബി, ഹബീബിനെ പറയുന്ന കാര്യത്തിൽ. മദ്ഹഹു, ആ നബിയുടെ മദ്ഹ് പറയലിനും എന്നെ റബ്ബ് നിർബന്ധിച്ചു. എവിടെ അള്ളാഹ് നിർബന്ധിച്ചല്ലോ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു, ചൊല്ലിക്കോളിട്ട നിർബന്ധിച്ചു. അള്ളാഹിന്റെ ഹബീബിനെ സ്വലാത്ത് പറയാനും അള്ളാഹിന്റെ ഹബീബിന് മദ്ഹ് പറയാനും അള്ളാഹു എന്നെ നിർബന്ധിച്ചു. കാരണം അതിലാണ് അള്ളാഹിന്റെ രഹസ്യം കിടക്കുന്നത്.
നബിക്ക് മദ്ഹ് പറഞ്ഞു, അവിടെ നീ വിജയിക്കും. എന്നാവും അത് കഴുകലാണ്. നീ നിന്നെ കഴുകലാണ്. പക്ഷെ എന്തിന് നിന്നെ കഴുകുക എന്ന ലക്ഷ്യത്തിലായിരിക്കണം. ആ ലക്ഷ്യത്തിൽ സ്വലാത്ത് ഇല്ലാൽ അത് മതിയാവും. പിന്നെ മുന്നേ റസൂല സ്വലാത്ത് ഇല്ലാലും പോലെ സ്വലാത്തൊരു പദമാണ്. മദ്ഹ് ഒരു പദമല്ല. മദ്ഹ് എന്നാൽ മദ്ഹാണ്. മദ്ഹ് എന്നാൽ നിന്റെ നിറഞ്ഞ മനസ്സിൽ നിന്നുണ്ടാവുന്നതാണ് മദ്ഹ്. അതിന് കൃത്യമായ പദമില്ല. നിങ്ങളെൻ്റെ കൂടെയില്ല. സ്വലാത്തൊരു പദമാണ്. അത് നമ്മൾക്ക് ആ പദം നമ്മൾക്ക് മനസ്സില്ലാതെയും ചൊല്ലാം. അതേസമയം മദ്ഹ് അങ്ങനെയല്ല. മദ്ഹ് അങ്ങനെയല്ല. മദ്ഹ് നിറഞ്ഞ മനസ്സിൽ നിന്ന് ഒരാൾക്ക് സമർപ്പിക്കുന്നതാണ് മദ്ഹ്. മനസ്സിലായില്ലേ നിങ്ങൾ? ഇപ്പം ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഉദാഹരണം പറയാം. ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും എണീറ്റ് അതേ വല്ലാത്തൊരു ക്ലാസ്സാണ്, വല്ലാത്തൊരു ക്ലാസ്സാണ്, വല്ലാതെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി, വല്ലാത്ത ക്ലാസ്സാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അതെന്താണ്? മദ്ഹാണ്. നാളത്തെ ക്ലാസ്സിൽ നിങ്ങളത് പറഞ്ഞാലോ അതൊരു മാമൂലാണ്. മനസ്സിലായില്ല? പിന്നെ എല്ലാ ക്ലാസ് കഴിഞ്ഞാലും എന്ത് പറയും? അതേ വലിയ ക്ലാസ്സാണ്, വല്ലാത്ത ക്ലാസ്സാണ്. അതെന്താവൂല? അത് മദ്ഹാവൂല, അതൊരു മാമൂലാവുള്ളൂ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ? അതായത് ഒരു നല്ല വാക്കായതുകൊണ്ട് അത് മദ്ഹാവൂല. കേൾക്കണോനത് മദ്ഹാണ്. മറ്റത് നിങ്ങൾക്കൊരു മാമൂലാണ്. ഇപ്പൊ ജനഗണമന എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തെ പ്രകീർത്തിക്കുന്ന രൂപത്തിലും ചെല്ലാം, അതൊരു മാമൂലായിട്ടും ചെല്ലാം. ജനഗണമന അതിനായക ജയ ഹേ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ അങ്ങനെ ചെല്ലാം. അതിപ്പോൾ എന്താണ്? ഇത് കഴിഞ്ഞ് എല്ലാവരും കുടുംബശ്രീ കഴിഞ്ഞു, ഇനിയിപ്പം യോഗം കഴിഞ്ഞു, ഇനി എല്ലാവരും പോവുകയാണ്. അപ്പം എന്ത് ചെല്ലണം? ജനഗണ പോവും തന്നെ. അത് പിന്നെ മറ്റോള് ഖദീജ ഇന്ത്യ പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണ്. അപ്പുറത്തെ കുട്ടികൾ നിന്ന് ഒച്ചയും പുള്ളി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെല്ലും. കാരണം ഇത് ചെല്ലല്ലാതെ അവിടെ അറിവാല്ല. മനസ്സിലായില്ല? അതേ സമയത്ത് ആ കൂട്ടത്തിൽ വേറൊരാളുണ്ടാവും. എന്ത്? ആ വ്യക്തി ഈ ജനഗണമനക്ക് വേണ്ടിയാണ് അവിടെ ഇരുന്നത്. കാരണം എൻ്റെ രാഷ്ട്രത്തെ പ്രകീർത്തിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാകുക. രണ്ടവസ്ഥ ഉണ്ടായിരുന്നു. ഉണ്ടോ അല്ലേ? അല്ല, അതെന്തിനും അങ്ങനെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇവിടുന്ന് തിരിഞ്ഞു പോകണമത്തെ എൻ്റെ കൈ പിടിച്ചൊന്ന് കുലുക്കി ഒന്ന് കഴുത്തിൽ പിടിച്ച് നാറ്റി. ഇന്നത് നന്മയാണ്, നാളെ നന്മയല്ല, നാളെ മാമൂല. ആണോ അല്ലേ? അതൊരു മാമൂലാണ്. അത്രയും അർത്ഥമുള്ളൂ. അതോരോ രംഗത്ത്. പിന്നെ നാടാകത സാധുക്കളായ വൃദ്ധകളായ പാവപ്പെട്ട കൂലിപ്പണിക്ക് പോകുന്ന പെണ്ണുങ്ങളെ ഫോട്ടോ എടുത്തിട്ട് സ്ഥാനാർത്ഥികൾ വെച്ചിട്ടുണ്ട്. അവരെ ചേർത്ത് പിടിക്കുന്നത് ഞാൻ ദിവസം കാണുക. ഞാൻ ഇന്നലെ രാത്രി ആലോചിച്ചു, ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ആ സ്ത്രീ വന്നാൽ അങ്ങനെ ഫോട്ടോ എടുക്കും. മനസ്സിലായില്ല? ഓനത് ഫോട്ടത്തിന് വേണ്ടിയിട്ട് കെട്ടിപ്പിടിച്ചാണ്. പിന്നെ ഈ സ്ത്രീ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്തായിട്ടത് കൊണ്ട് ആയിരിക്കാൻ പിന്നെ വന്നിട്ടുണ്ടാകുക. എന്തുകൊണ്ട്? തെരഞ്ഞെടുപ്പ് കാലത്തിൽ അങ്ങനെ ഒരു ആട്ടൂല. അങ്ങനെയാണ്. അതന്നെ മനുഷ്യനെ. പിന്നെ അതൊക്കെ ഒരു മദ്ഹ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞ മനസ്സിൽ നിന്നുണ്ടാകണം. അതാണ് മദ്ഹ്. സ്വലാത്ത് നല്ലതല്ല, 100% നല്ലതാണ്. അതേ സമയത്ത് നീ പലപ്പോഴും ആ സ്വലാത്തും മദ്ഹാകും നീ പുണ്യ റസൂലിനെ ഉദ്ദേശിച്ചില്ല. മറ്റത് കടം വിടാൻ മാമൂല. അപ്പം നബിയല്ല മനസ്സിൽ കടാണ്. അങ്ങനെ സ്വലാത്തിൽ കൂടെ ചെല്ലാം, കൂലിട്ടൂലെ കിട്ടാം. ഒന്നുമില്ല ഞാൻ പറയല്ല. പക്ഷെ അതൊന്നുമല്ല മദ്ഹ്. മദ്ഹ് എന്നാൽ ഉള്ളുന്നുണ്ടാകുകയാണ്. ഒരു മങ്കൂസ് മൗലൂദ് കഴിഞ്ഞാലും എനിക്ക് കഴിയാത്തതുപോലെ തോന്നും. പഠിച്ചവനെ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. മറ്റോ ഒരു ഹദീസ് എഴുതിയിട്ട് എൻ്റെ വല്യാപ്പ അങ്ങനെയായിരുന്നു. ഞാനൊരു മജ്‌ലിസിൽ പങ്കെടുത്തപ്പോൾ അവിടുത്തെ മുദരിസിനോട് പറഞ്ഞു, ഞങ്ങളെ വാപ്പാര് ഞങ്ങൾ മൂലിയൊരു കുടുംബം, ഞങ്ങളൊക്കെ വാപ്പാരൊക്കെ ഒരു ഹദീസ് ഓതിയിട്ട് പിന്നെ യാസീൻ ഓതി ഇറക്കലാണ്. ഒന്നും ഇതിലും പറഞ്ഞില്ല. ഒരു പള്ളിക്കത്തെ മുദരിസ്. അതിൻ്റെ അർത്ഥം എൻ്റെ ബാപ്പിയും മടയനാണെന്നാണല്ലോ. അത്രയല്ലേ ഉള്ളൂ. എൻ്റെ വല്യാപ്പിയും മടയനാണ്, അത്രയും അർത്ഥമുള്ളൂ. നിങ്ങളിൻ്റെ കൂടെ അല്ല. അത്രയും വലിയ എൻ്റെ അർത്ഥം. ഇജ്ജ് മാത്രമല്ല എൻ്റെ കബീലയിൽ മടയനുള്ളത്. ആരാണ്? എൻ്റെ വാപ്പിയും വല്യാപ്പിയും ഒക്കെ മടയന്മാരാണെന്നുള്ള ഇന്നത്തിലേ തെളിവാകുള്ളൂ. അല്ലാതെ ഇത് നല്ല കാരണം ആകെ 2 പേജേ ഉള്ളൂ.
അത് ചൊല്ലി തീർത്താൽ ആകെ 10, 15, 20 മിനിറ്റ് കൊണ്ട് തീരുകയും ചെയ്യും. പക്ഷേ അതിനോ ബാപ്പാൻ വല്യാപ്പാൻ്റെ സിഫത്ത് പറയാം. ഞങ്ങൾ മൂലിയാർ കബീല ഓരൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ ഓരൊക്കെ ഒരു അജീസോതി പിന്നെ യാസവൻ ഇത് വയർക്കല തെളിവായി വേഗം ഇവിടുന്ന് പാഞ്ഞിട്ട് പിന്നെ പാഞ്ഞിട്ട് എനിക്ക് പണിയെന്താ ഒരു ഹദീസ് നിർത്തിയിട്ട് പിന്നെ പാഞ്ഞു. പിന്നെ എനിക്ക് പണിയെന്താ മാന്ത തന്നെ ചിന്തല കൊടുത്ത് ഇതൊന്നും എന്താവൂല, മദ്ഹാവൂല. മദ്ഹ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞ നിന്റെ മനസ്സിൽ നിന്ന് സമർപ്പിക്കണം. ചിലപ്പോൾ പറയാൻ കിട്ടൂല, കരഞ്ഞു പുണ്യ റസൂലിനെ പറയാൻ കിട്ടൂല. കരഞ്ഞു ഒരു പക്കനാടൻ മഞ്ചേരി നെല്ലിപ്പറമ്പ് കഴിഞ്ഞിട്ട് പിന്നെ നെല്ലിപ്പറമ്പ് കഴിഞ്ഞിട്ട് അടുത്തങ്ങാടി എന്താ മഞ്ചേരി നാട് വരുമ്പോൾ കിടങ്ങഴി എത്തുന്നതിന് മുമ്പ് ഒരു ഉള്ളേരിയയിലേക്ക് ഒരു 20-25 കൊല്ലം മുമ്പ് ഒരാളെ ഒരു മൗലിദ് യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയി. ഒരു 25 കൊല്ലം മുമ്പ് ഒരു മൗലിദ് യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി റബീഉൽ അവ്വലിൽ എന്നെ കൊണ്ടുപോയി. ഒരു 25 കൊല്ലം മുമ്പ്. അപ്പം മുന്നിൽ ഇങ്ങനെ കസേര ഇട്ടിട്ടുണ്ട്. കുറച്ച് ഒരു വയസ്സനുണ്ട് മുന്നിൽ. ആ വടിയും പിടിച്ചിരിക്കുക വയസ്സൻ. അങ്ങനെ റസൂലുള്ളാഹിനെ മദ്ഹ് പറയാ. മദ്ഹ് ഞാൻ പറയാം, ഈ മനുഷ്യൻ കരയാം. അങ്ങനെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പിന്നെ കസേരയിൽ നിന്ന് എണീറ്റിട്ട് താഴ്ത്തിരുന്നു. പച്ച മണ്ണിൽ ഒരു പൂളപ്പറമ്പ് പോലത്തെ ഒരു പറമ്പാണ്. മണ്ണിലിരുന്നു താഴ്ത്തിരുന്നു. കുറേ കഴിഞ്ഞിട്ട് ഈ കുട്ടി നിങ്ങൾ പറയില്ലേ എനിക്കത് കഴിയണില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു അത്ഭുതമാണത്. അതായത് റസൂലുള്ളാഹിന്റെ മദ്ഹ് കേൾക്കാൻ കഴിയുന്നില്ല. കാരണം അതിന് മാത്രം ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആരുണ്ട്? റസൂലുള്ളാഹി പറയണവനതൊരു ഏർപ്പാടാണ്. കേൾക്കണം പലർക്കും ഏർപ്പാടാണ്. ആ മനുഷ്യൻ്റെ ഏർപ്പാടല്ല. ആ മനുഷ്യൻ്റെ മനസ്സിൽ നിറഞ്ഞിക്കാണ് ആര്? പുണ്യ റസൂൽ. പറയലും കുട്ടി എനിക്ക് കേൾക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ അനുഭവം 25 കൊല്ലം മുമ്പ്. 25 കൊല്ലം മുമ്പാണ് ഈ സംഭവം. ആ കിടങ്ങഴിൻ്റെ ഉൾഭാഗത്തെ ഒരു ഭാഗം, കിടങ്ങഴി മഹലെല്ലാം തോന്നുന്നു. എൻ്റെ അപ്പുറത്തേക്ക് ആ മേച്ചേരികളൊക്കെ താമസിക്കുന്ന ഒരു മഹലുണ്ട്. ആ മഹലിൽ അവിടെ നിന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വയസ്സായ മനുഷ്യൻ ഒക്കെ നോമരിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ മനുഷ്യൻ ഒരു വടിയും പിടിച്ച് കുത്തിരിക്കുക ഒരു കസേരയിൽ. പിന്നെ അപ്പം തന്നെ വയറിൽ തുടങ്ങിയപ്പോൾ തന്നെ കരച്ചു തുടങ്ങി. റസൂലുള്ളാഹിനെ കേൾക്കാൻ വേണ്ടിയാണ്. നമ്മളെ വയറിലല്ല അവരെ മധുരം, അപ്പോഴത്തേനും അവരെ കൽബിൽ ആരും നിറയാണ്. പിന്നെ താഴത്തേക്ക് ഇറങ്ങി. പിന്നെ പച്ച മണ്ണിലിരുന്നു. പിന്നെ ആ വടി പിടിച്ച് ഇങ്ങനെ എന്നോട് പറഞ്ഞു, എൻ്റെ കുട്ടി ഇനി പറയില്ലേ, എനിക്കത് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ കൽബ്, അങ്ങനത്തെ ഒരു കൽബുണ്ടല്ലോ, അപ്പോൾ ആ കൽബിൽ നിറഞ്ഞു കിടക്കുകയാണ് ആര്? റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കത് കേൾക്കാൻ കഴിയില്ല. അതാണ് മദ്ഹ്. മറ്റൊക്കെ മാമൂല. ആ മാമൂൽ തെറ്റാണെന്ന് ഞാൻ പറയല്ല. പക്ഷെ അതിനൊന്നും നമ്മൾ ഉദ്ദേശിച്ച പൂർണ്ണ അർത്ഥത്തിൽ കിട്ടിക്കൊള്ളുന്നില്ല. ആദ്യം ഈ മനുഷ്യന്റെ കൽബിൽ നിറയണം ആര്? ഹബീബായ നബി. വലൗലാഹു ലാ യുൽഫാ ലയാദുൻ ഫഇന്നഹു ലബദ്റത്തു ഹാദൽ കൗനി ലബദ്റത്തു ഹാദൽ കൗനി. അങ്ങനെ വരിണ്ട്. ഇപ്പൊ കഴിഞ്ഞു പോയ വലൗലാഹു ലാ യുൽഫാ ലയാദുൻ ഫഇന്നഹു ലബദ്റത്തു ഹാദൽ കൗനി. ഒരു കഴിഞ്ഞു പോയ വരിയാണ്. വലൗലാഹു നബി ഇല്ലായിരുന്നുവെങ്കിൽ ലാ യുൽഫാ ലയാദുൻ, ഒരു കുട്ടിയും ജനിക്കൂലായിരുന്നു ഭൂമിയിൽ. കുട്ടി റഹ്മത്തല്ലേ. ഒരു ജീവി ഇവിടെ ജനിക്കണമെങ്കിൽ റഹ്മത്തുൽ ആലമീന്റെ റഹ്മത്ത് വരണ്ടേ. ഫലൗലാ നബി ഇല്ലെങ്കിൽ ഫലാ യുൽഫാ ലയാദുൻ, ഒരു കുട്ടി ഇവിടെ ജനിക്കൂല. എന്തുകൊണ്ട്? ഫഇന്നഹു ലബദ്റത്തു ഹാദൽ കൗനി, ഈ പ്രപഞ്ചത്തിന്റെ വിത്താണ് മുഹമ്മദ്. ആ വിത്ത് മുളച്ചുണ്ടായതാണ് ഇതൊക്കെ. പിന്നെന്തുമ്മ, പിന്നെന്തു വാപ്പ. ഇതൊരു മനുഷ്യന്റെ കൽബിൽ കയറി കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ സ്ഥാനത്തറിയാം. അള്ളാഹു പ്രപഞ്ചത്തിന് കൊടുത്ത വിത്താണ് ആര്? മുഹമ്മദ്. ഫലൗലാഹു ലാ യുൽഫാ ലയാദുൻ, നബി ഇല്ലെങ്കിൽ ഒരു കുട്ടി ഇവിടെ ജനിക്കൂല.
فإنه لبذرة هذا الكون. ഈ പ്രപഞ്ചത്തിലെ വിത്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു യാ സുബ്ഹാന ജല്ല വഅല. അല്ലാഹു മാത്രമായിരിക്കും. ജീവിതത്തിൽ ഒരിക്കലും ഒരു ഭക്ഷണത്തെ വിമർശിക്കാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൻ്റെ ഒരു വേലക്കാരനെ വിമർശിക്കാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. ما قال لي رسول الله صلى الله عليه وسلم عن شيء فعلته لما فعلته عن شيء ما فعلته لما فعلته. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനെ മോനെ നീ അത് ചെയ്തത് എന്ന് പുണ്യ റസൂൽ എൻ്റെ ജീവിതത്തിൽ ചോദിച്ചിട്ടില്ല. ആരാ പറയുന്നത്? അനസ്. وعن شيء ما فعلته لما ما فعلته. ഞാനൊരു കാര്യം നബി ഏൽപ്പിച്ചിട്ട് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തേ മോനെ ചെയ്യാതിരുന്ന് അങ്ങനെ ചോദിച്ചിട്ടില്ല. ചെയ്യാത്ത നബിയോട് ചെയ്യും. നമ്മളെ കേരള ചരിത്രത്തിൽ ചട്ടിനിയിൽ ഉപ്പ് കൂടിയതിൻ്റെ പേരിൽ ഒരു കുക്കിനെ പിരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നീ ഏതാണെന്നൊന്നും ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദിക്കണ്ട. ആരാ മുഖ്യമന്ത്രിയും ചോദിക്കണ്ട. മുഖ്യമന്ത്രിയൊക്കെ മരിച്ചുപോയി. ചട്ടിനിയിൽ ലേശം ഉപ്പ് കൂടിയപ്പോൾ കുക്കിനെ പിരിച്ചിട്ടു മുഖ്യമന്ത്രി. അങ്ങനത്തെ ഒരു ചരിത്രം കേരളത്തിനുണ്ട്. മനസ്സിലാവേണ്ട പറ. അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു കാര്യത്തെക്കുറിച്ച് എന്തിനു മോനെ ഉപ്പ് കൂടുതലിട്ടെന്ന് ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് എന്തിനു മോനെ ഞാൻ പറയാതെ ചെയ്തു, എന്തേ മോനെ ഞാൻ കാണിച്ചത് എന്നോട് ചോദിച്ചിട്ടില്ല. നബി കൽപ്പിച്ചൊരു കാര്യം ഞാൻ ചെയ്തില്ല എങ്കിൽ ലിമ മാ ഫഅൽതു, ഞാൻ എന്നോട് പറഞ്ഞില്ലേ എന്തേ നീ ചെയ്യാതിരുന്നു, അങ്ങനെ ചോദിച്ചിട്ടില്ല. നബിയുടെ കർമ്മം കഴിഞ്ഞാൽ എന്നെ ഏൽപ്പിച്ച കാര്യം നടന്നിട്ടില്ലെങ്കിൽ നബിയാണ് ചെയ്യും, എന്നോട് ചോദിക്കൂല. എങ്ങനെയുണ്ട്? അതാണ് മുഹമ്മദ് മുസ്തഫ. ഒരു കാലിലേക്ക് ഒരു കൈ നീട്ടിയിട്ട് ആ കൈയിനെ നബി വലിച്ചിട്ടില്ല, അയാൾ വലിച്ചിട്ടല്ലാതെ. അതാണ് മുഹമ്മദ് മുസ്തഫ. കാൽ നീട്ടി ജീവിതത്തിൽ ഇരുന്നിട്ടില്ല. സദസ്സിലേക്ക് കാൽ നീട്ടി ജീവിതത്തിൽ ഇരുന്നിട്ടില്ല പുണ്യ റസൂൽ. ഒരു കാൽ മറ്റൊരു കാലിന്റെ മേൽ കയറ്റിച്ചിരുന്നിട്ടില്ല. ജീവിതത്തിൽ ഒരു കാൽ മറ്റേ കാലിന്റെ മേൽ കയറ്റിച്ചിരുന്നിട്ടില്ല ജീവിതത്തിൽ. അങ്ങനെയൊക്കെ കഴിയും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഒരാളിലേക്ക് കണ്ണേറ്റിട്ടില്ല. ജനങ്ങൾ വരുന്ന വാതിലിനെ കണക്കാക്കി കാല് ടീപ്പോയിൻ്റെ മേലെ നീട്ടി വെച്ചിരിക്കുന്ന നേതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. അത് മറക്കൂല ആ സംഭവം. ജനങ്ങൾ ആ വാതിലിലൂടെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ നേതാവ് കസേരയിരുന്നു, ഒരു കുണ്ടൻ കസേരയിൽ നേതാവ് ഇരുന്നിട്ട് നേതാവ് എന്ത് ചെയ്തു? ടീപ്പോയിൻ്റെ മേലൊക്കെ കാല് കയറ്റിച്ചു. കാരണം മൂപ്പര് നേതാവല്ലേ. അപ്പം വരുന്ന ആളുകളൊക്കെ മുഖത്തേക്കാണ് എന്ത് ഈ കാല്. അങ്ങനത്തെ ഒരു നേതാവ് ഇപ്പം മരിച്ചിട്ടില്ല. നേതാവ് കേരളത്തിലാണ്. നേതാവ് ഇപ്പം ജീവിച്ചിട്ടുണ്ട്. എവിടെ എന്തെന്ന് ചോദിക്കണ്ട. അങ്ങനത്തെ നേതാവ് ഞാൻ കണ്ടിട്ടുണ്ട്. 4-5 കൊല്ലം മുമ്പ് ഞാനത് മറക്കൂല സംഭവം. ഞാൻ അങ്ങനെ എങ്ങനെയാ മനുഷ്യന്മാർക്ക് അതിന് കഴിയുക? ഇവരൊക്കെ ആരെ പ്രചരിപ്പിക്കാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടീപ്പോയിന്റെ മേലക്കല്ല എന്ത് ചെയ്തിട്ടില്ല. കാല് നീട്ടി ഒരു സദസ്സിന്റെ നേർക്ക് കാല് നീട്ടി ജീവിതത്തിൽ ഇരുന്നിട്ടില്ല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ മനുഷ്യൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താണ് നിങ്ങൾ ചിന്തിക്കുക? വീട്ടിലൊരു ഖാദിമുണ്ടെങ്കിൽ ഖാദിമിന്റെ കൂടെ എല്ലാ ദോഷം കഴിച്ചിട്ടില്ല. ജീവിതത്തിലില്ല പുണ്യ റസൂൽ. നബി ഖാദിമൊപ്പം ക്ഷമിക്കുക. ഒരു സാധനം വാങ്ങിയാൽ നബിക്ക് വഹിക്കാൻ കഴിയാത്തത് വേറൊരാൾ വഹിക്കോ? നബി വഹിക്കുക. ഒരു സ്വഹാബി ഓടി വന്നു നബി സാധനം വാങ്ങിയപ്പോൾ. ഒരു വസ്തുവിൻ്റെ ഉടമക്കാരൻ തന്നെയാണ് ആ വസ്തുവിനെ വഹിക്കേണ്ടത്. വേലക്കാരനുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കരുത്. നിന്റെ കൈ താങ്ങണിന് അപ്പുറത്തേ ആർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇത് പഠിപ്പിച്ച ആളാ ഇങ്ങനെ നേതാവുണ്ടാവും. അതാണ് വേണ്ടത്. അതായത് ബാഗ് പിടിക്കാൻ വേറൊരാള് ബാക്കില് ഉണ്ടാവില്ല. നമ്മൾ ബാഗ് പിടിക്കാൻ ആളുണ്ടാവുന്നതിനനുസരിച്ചാണ് ഇയാളെ മാത്രം മനസ്സിലാക്കുക.
ഒരാൾക്ക് അങ്ങനെ ബാഗ് പിടിക്കാൻ ആളില്ലെങ്കിൽ അയാളെ നമ്മൾ ചീപ്പായിക്ക് വിടുകയും ചെയ്യും. കഴിഞ്ഞ അതിനൊന്നാം മൂല്യരാണ് അല്ല മൂല്യർ എന്തുകൊണ്ട് മൂപ്പരമാദ്യം ഇത് സംഭവം ഇയാൾ ബസ്സിറങ്ങിയാണ്ട് അങ്ങനെ വേഗം പിടിച്ച് നടന്നിരുന്നുണ്ട്. അതൊന്നും നമ്മളെ മനസ്സിൽ പറ്റൂല. തീരുമാനമായി. മനസ്സിലാണ് പറഞ്ഞത്. ഇപ്പൊ ഒക്കെ ബാഗ് പിടിക്കാൻ ആളെ നിൽക്കല് നല്ലതാണ്. അവനവൻ്റെ കുട്ടികളെ ചെലവ് ഒരു കൊല്ലെങ്കിലും നടന്നു. മനസ്സിലാണ്ട് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബ് തൻ്റെ കൈ കൊണ്ട് വഹിക്കാൻ കഴിയാത്തതല്ലാത്ത ഭാഗമല്ലാതെ വേറെ ആളെ ഏൽപ്പിച്ചിട്ടില്ല. കാൽ നീട്ടിയിരുന്നിട്ടില്ല. ഇന്ന് നമുക്ക് കാൽ നീട്ടിയിരിക്കലല്ലാതെ അറിയൂല. അതാണ് നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക് തന്നെ. അതൊരു നേതാവാണ്. ആ നേതാവാണ് നേതാവ്. ആ നേതാവാണ് മുഹമ്മദ് അബ്ദുല്ലാഹി സയ്യിദു ഖൽഖി. കാരണം സൃഷ്ടികൾക്കെല്ലാം പാഠം നൽകിയ ആളാണ് മുഹമ്മദ്. സൃഷ്ടികൾക്കെല്ലാം സർവൻ്റായി നിന്ന ആളുമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും മാർഗം കാണിച്ച ആളാണ് മുഹമ്മദ്. വയൽ പറഞ്ഞ ആളല്ല. കാന ഖലീലുൽ കലാം. സംസാരം വളരെ കുറവാണ്. വളരെ കുറച്ച് വർത്താനം പറയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദായിമ സംതി ദീർഘമൗനിയ. മിക്കവാറും നേരത്ത് മിണ്ടാതിരിക്കും. ദീർഘമൗനിയ. ചിരി എന്നാൽ പുഞ്ചിരിയ. പുണ്യ റസൂലിൻ്റെ ചിരി എന്ന പുഞ്ചിരിയ. അങ്ങനെയാണ്. എന്താണ് ആരൊക്കെ സന്തോഷം. ചിന്തിക്ക്. എത്രമാര് ഭാര്യമാരാ. അവർക്ക് നല്ലതല്ലാതെ ആളെപ്പറ്റി പറയാനില്ല. നമുക്ക് ആകെ ഒന്നേ ഉള്ളൂ. പക്ഷെ ഓള് മരിച്ചിട്ടാലും മതിയെ ഓടിച്ചോനെ. അങ്ങനൊക്കെ ഒന്നേ ഉള്ളൂ. ഓള് ഒറ്റക്ക് പറയുന്നത് എന്തിനാണ്? ഓളെ ഏട്ടത്തിനോട് പറയുന്നത് നമുക്ക് പേശട്ട് കൊടുക്കാൻ കഴിയൂലല്ലോ. പഠിച്ചവനെ ജീവൻ പോയി കിട്ടിയ നന്നായി. കുടുങ്ങിയിരിക്കണ. അതാണ് എന്നെ പറ്റി പറയും. മനസ്സിലാണ്ട് പറയുക തന്നെ. നിസ്കരിക്കുമ്പോൾ കുട്ടികൾ തോള് കയറി കുത്തിരിക്കും. നിസ്കരിക്കുമ്പോൾ കുട്ടികൾ തോള് കയറിയിരിക്കും. അപ്പോൾ സുജൂദിൽ കിടക്കുന്ന സമയത്ത് ഒന്ന് സൗകര്യം ചെയ്തു കൊടുക്കും. അപ്പോൾ കുട്ടികൾ തോളിന്ന് ഇറങ്ങും. പിന്നെ രണ്ടാമത്തെ സുജൂദ് വരുമ്പോഴോ കയ്യോടുകൂടെ വാരിയിട്ടാണ് പിന്നെ ഖിയാമിലേക്ക് പോകുക. അങ്ങനെയൊക്കെ എങ്ങനെ നിസ്കരിക്കുക? അത് റസൂലുള്ളാഹി നിസ്കാരത്തിൻ്റെ രീതിയാണ്. കുട്ടികളെ വാരിങ്ങോട് കയറും. ഒക്കത്ത് കുട്ടികൾ ഇരിക്കും. നബി നിസ്കരിക്കും. സുജൂദിൽ നബി കിടക്കുമ്പോൾ കുട്ടികളൊന്ന് ഇറങ്ങിയിരിക്കും. പിന്നെ രണ്ടാമത്തെ കയറ്റും. നിങ്ങൾക്കിപ്പം നിസ്കാരം ബാത്തിലാകൂലേ പേടിയാ. അതൊക്കെ നിസ്കാരം ബാത്തിലാവൂലേ മൂല്യാര്? എടാ ബാത്തിൽ പഠിപ്പിച്ച ആളാണ് അത് ചെയ്ത്. മുഹമ്മദ് അങ്ങനെ ആളെ എവിടെ ഉണ്ടാകണേ? ഒരു കുട്ടി കരയുന്ന ഒച്ചക്കെട്ട നിസ്കാരം ചുരുക്കി പെട്ടെന്ന് ചുരുക്കി അവസാനിപ്പിക്കും. എന്തുകൊണ്ട്? ആ കുട്ടിയുടെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വിഷമാകരുത്. ആ കുട്ടി വിഷമാകരുത്. നിസ്കരിക്കുന്നതിനിടയിൽ കുട്ടി കരയുന്ന കേട്ട റസൂൽ വേഗം എന്ത് ചെയ്യും? കുട്ടി നിസ്കാരം നിർത്തും. പെട്ടെന്ന് ചുരുക്കും. വേഗം ചുരുക്കി നിസ്കരിക്കും. എന്തുകൊണ്ട്? ആ കുട്ടിയുടെ ഒരു ഉടമപ്പെട്ട ആൾ ഈ ജമാഅത്തിലുണ്ടാവും. അപ്പോൾ പുറത്ത് നിർത്തി കയറിയതായിരിക്കും. അപ്പോൾ അവർ കുട്ടി കാണാതായപ്പോൾ വിഷമത്തിൽ കരഞ്ഞതായിരിക്കും. ഇത് റസൂലുള്ളാഹിന്റെ ചിന്തയാണ്. അപ്പോൾ അയാൾക്ക് വേഗം നിസ്കാരം കഴിഞ്ഞാൽ എന്താകാലോ? ആ കുട്ടിയെ സന്തോഷിക്കുമല്ലോ. അല്ലാഹുവേ കാരുണ്യം. എന്താ ഇതിനൊക്കെ അർത്ഥം? ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട റസൂലുള്ളാഹി നിസ്കാരം ചുരുക്കി നിസ്കരിക്കും. എന്തൊരു കാരുണ്യം. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ദിക്ർ അവിടെ കുറച്ച് എന്ത്? അല്ലാഹു റഹീമാണ്. കുട്ടി സാധുവാണ്. എന്താണ് ആ മനസ്സ്? അങ്ങനെ ഒരു മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ. ഏതൊരു മനുഷ്യനോട് ഒരാൾ അനീതി കാണിച്ചെന്ന് പറഞ്ഞാൽ അയാളൊപ്പം നടന്നു കൊടുക്കും. ആരാണ് ഇന്ത്യ എന്നാലും അവന് എത്ര ശത്രുവാണെങ്കിലും അവനോട് പോയി പറയും. അനീതി കാട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക. അത് ശത്രുവല്ലേ, അത് അബൂജഹലല്ലേ, ആ നോട്ടൊന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായത് എന്തെന്നില്ല. ആര് വന്ന് പറഞ്ഞാൽ
ഇന്നിപ്പോൾ ഒരുത്തനും ഒരു പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട് നേതാവിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ നേതാവ് ഏകദേശം മുസ്ലിം നേതാക്കന്മാരൊക്കെ പറയാം ഇജ്ജ് എന്തിനു പോയിട്ട് എന്നിട്ട് ഒരുത്തൻ്റെ വണ്ടി നോ പാർക്കിങ്ങിൽ വെച്ച് പോയി, നോ പാർക്കിങ് കണ്ടില്ല. അപ്പോൾ പിന്നെ പോലീസ് പൊക്കി. പിന്നെ പോലീസ് സ്റ്റേഷനിൽ എല്ലാം ഇവന് വേഗം മുട്ട് വരച്ച് നേതാവിനോട് പോയി ചെന്നാൽ നേതാവ് എന്താ പറയുക? അതിനൊക്കെ നോക്കി വെക്കണ്ടേ വെറുതെ മനുഷ്യൻ്റെ പണി ഉണ്ടാക്കാൻ? ഞാനങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്കൊന്നും പോകില്ല. അങ്ങനെ പറയുന്ന നേതാവിനെയും MLA-നെയും കണ്ടിട്ടുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യലില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ പണി? എനിക്ക് എന്താ പണി? എന്താണ് MLA-ൻ്റെ പണി? എവിടേക്ക് ഫോൺ ചെയ്യലാണ്? പറയടാ, MLA-ൻ്റെ പണി എന്താണ്? പോലീസ് ഫോൺ സീജാജിനെ പറ്റിയിട്ട് എൻ്റെ വാപ്പ പറഞ്ഞു തന്നത്, രാത്രി പാതിരക്ക് 12 മണിക്ക് പൊരി കയറി ചെല്ലുമ്പോൾ 2 ആൾ സിറ്റ് ഔട്ട് കുത്തിരുന്നു. എന്ത് ചോദിച്ചു? 5-നെ പോലീസ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഫോണെടുത്ത് വിളിച്ചു, ഡ്യൂട്ടിയിലെ പോലീസിനെ വിളിച്ചു. ലോക്കപ്പിൽ ആളില്ലെങ്കിൽ ഞാൻ കുപ്പായം മാറ്റിയില്ല, ഞാനാണ് വരാം. ലോക്കപ്പിൽ ആളില്ലെങ്കിൽ ഞാൻ കുപ്പായം മാറ്റിയില്ല, ഞാനാണ് വരാം. എനിക്കിപ്പോൾ ഒരാളെ കിട്ടലല്ലേ ആവശ്യം? കൊതുകിൻ്റെ കടി ഞാൻ കൊണ്ടോളാം, ഞാനവിടെ കുത്തിരിക്കാം. ഓൻ്റെ ആളാണ്. അല്ല സാർ അങ്ങനെ അത് കോടതി നാളെ കോടതിയിലാക്കിക്കളാം, ഞാൻ കോടതി കൊണ്ടുവന്നോളാം. ലോക്കപ്പിലുണ്ടാ ഓനെ ശിക്ഷിക്കണമെന്ന് ഞാൻ എതിരില്ല. ഓൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടണം. പക്ഷെ ലോക്കപ്പിലെ തല്ലും കൊതുകിൻ്റെ കടിയും കൊള്ളാൻ പാടില്ല. അത് ഞാൻ ഏറ്റെടുത്താണ്. ശിക്ഷ കോടതി വെച്ചോട്ടെ. ജോനെ ലോക്കപ്പിലുണ്ടാ? ഇത് പറഞ്ഞൊരു മനുഷ്യൻ ആരായാലെന്താ? ഇനി മുജാഹിദായത് ആരായാലെന്താ? അതല്ലേ ഒരു MLA ആരാഗ്രഹിക്കണത്? പറയാം, അതല്ലേ ആരാഗ്രഹിക്കണത്? സാധാരണ ജനങ്ങൾക്ക് അതല്ലേ കിട്ടേണ്ടത്? അതൊക്കെ അള്ളാന്റെ ഹബീബിന്റെ സിഫത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അയാളൊപ്പം നടന്നു കൊടുക്കും. لأن أمشي مع رجل في حاجة له أحب إلي من أن أعتكف في هذا المسجد. ഈ മദീന പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അയാളൊപ്പം ആവശ്യം നിർവഹിച്ച് കിട്ടാൻ വേണ്ടി നടന്നു പോലാണ്. വല അൻ അംഷിയ, ഞാൻ നടക്കൽ. മനസ്സിലായില്ലേ? ഒരാളോട് കൂടെ ഫി ഹാജത്തിൻ ലഹു, അവൻ്റെ ആവശ്യം നിർവഹിച്ച് കിട്ടാൻ അവൻ്റെ കൂടെ നടന്നു പോകലാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം മിൻ അൻ അഅ്തകിഫ, ഞാൻ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ഫി ഹാദൽ മസ്ജിദി, ഈ മദീന പള്ളി. ഒരു റക്അത്തിന് 10,000 റക്അത്തിന് കൂലിയുള്ള മദീന പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. പറയും എന്താണ്? ഒരാവശ്യം ഒരാൾ വന്ന് പറഞ്ഞാൽ ഞാൻ ഇഅ്തികാഫിലാന്ന് പറയില്ല. ഇഅ്തികാഫ് ആവശ്യം നടത്തിക്കൊള്ളുന്നുണ്ട്. അതാണ് സയ്യിദു ഖൽഖി മുഹമ്മദ് അബ്ദുല്ലാഹി സയ്യിദു ഖൽഖി. എല്ലാ സൃഷ്ടികൾക്കും ആ ആളാണ് നേതാവ്. ആളെന്നെ നേതാവ്. എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുന്നില്ല നേതാവ്. മനുഷ്യൻ തെറ്റ് ചെയ്തു. മണലേറ്റാൻ പാടില്ല, ശരി തന്നെയാണ്. മണൽ വണ്ടി പിടിച്ചു, മണലിൻ്റെ പിടിച്ച ഇതിനെ മണൽ വണ്ടി ചോദിക്കണ്ട. നേതാവ് പോലീസ് സ്റ്റേഷൻ പോയി കൊടുക്കും. മറ്റൊക്കെ നിയമമാണ്. പോലീസുകാരൻ സിദ്ധിയാജിനോട് പറഞ്ഞു, പാപ്പ പറയാം പോലീസിൽ നിയമമല്ല സാറേ. അപ്പോൾ പറഞ്ഞു, നിയമമില്ലാത്ത നടപ്പിലാക്കാനാണ് MLA. നിയമം മാത്രം നടപ്പിലാക്കാനാണെങ്കിൽ MLA-ൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ പോലെ. അതൊക്കെ സിദ്ധിയാജിൻ്റെ ന്യായങ്ങളാണ്. അതൊക്കെ നല്ല മനുഷ്യന്മാരാണല്ലോ, അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അത് നല്ല മനുഷ്യന്മാരാണ്. കാരണം നിങ്ങൾ നേതാക്കന്മാർ തന്നെയാണ്. സിദ്ധിയാജിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് നിങ്ങൾ പറയണ്ട. ഇംഗ്ലീഷല്ല അറിയേണ്ടത്, അവർക്ക് മനുഷ്യൻ്റെ മനസ്സറിയും, പാവപ്പെട്ടവൻ്റെ വേദന അറിയും. മനസ്സിലായില്ല? അത് നടപ്പിലാക്കാൻ നിയമമില്ല. കലക്ടർ പറഞ്ഞു, കലക്ടർക്ക് ഫോൺ ചെയ്തപ്പോൾ കലക്ടർ പറഞ്ഞു, അത് സർ അത് നടപ്പിലാക്കാൻ നിയമമില്ല. അപ്പോൾ പറഞ്ഞു, നിയമമുള്ളത് മാത്രമേ നടപ്പിലാവുള്ളെങ്കിൽ ഞങ്ങളുടെ ആവശ്യം ഇല്ല, എന്നെപ്പോൾ തോല് മതി. കലക്ടറും മറ്റേ കലക്ടറും സബ് കലക്ടറൊക്കെ മതി. നിയമമുള്ളതും നിയമമില്ലാത്തതും കൂടി നടപ്പിലാക്കാനാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. കാര്യം നടത്തി കൊടുത്തോളാം, ബാക്കി ഞാൻ നോക്കിക്കോളാം. അതല്ലേ നേതാവിൻ്റെ ഉത്തരവാദിത്വം? അതന്നെ, അതാണ് മുഹമ്മദ് മുസ്തഫ. അതിനർത്ഥം നിയമമില്ലാത്ത നടപ്പിലാക്കി കൊടുക്കാനല്ല, ഒരു മനുഷ്യൻ്റെ ആവശ്യം മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ എത്ര ഒരു ആശ്വസിപ്പിക്കുക. എത്രയും സ്വന്തം മകളെ കൊന്ന മനുഷ്യൻ ഹബീബാ നബിൻ്റെ അടുത്തേക്ക് വന്നു. കുട്ടിക്കാലത്ത് കൊന്നതാ, പണ്ടെന്നോ കൊന്നു, ജീവനോടെ കുഴിച്ചുമൂടി. സദസ്സിൽ വന്നപ്പോൾ സ്വഹാബികളൊക്കെ കരഞ്ഞുപോയി. നിർത്തി എന്ന് പറഞ്ഞ അയാളോട്. അപ്പോൾ പറഞ്ഞു, നിർത്തണ്ട, പറഞ്ഞോട്ടെ. അവനത് പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്, അവൻ ചെയ്ത തെറ്റ്. അവൻ പറഞ്ഞോട്ടെ.
നബിയും കരഞ്ഞു. നബി കരഞ്ഞപ്പോൾ സഹാബികൾ പറഞ്ഞു നിർത്ത്, റസൂലുള്ള കരയണി കാണില്ലേ? അപ്പൊ റസൂലുള്ള പറഞ്ഞു നിർത്തണ്ട, പറഞ്ഞു. അന്ന് ആ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിനെ പറ്റി ബോധമല്ല. സ്വന്തം മകളെ ജീവനോടെ കുഴിച്ചു മൂടിയപ്പോൾ ഇപ്പോൾ അവന് ബോധമുണ്ട്. നമ്മളെ മജ്‌ലിസിലേക്ക് ഇപ്പൊ ഇടക്കിടക്കും വന്നപ്പോൾ എനിക്ക് എന്താണ് കരുണാന്ന് മനസ്സിലായി. ഞാനത് പറഞ്ഞോട്ടെ, മനസ്സിലാണ്ട് പറഞ്ഞു. ഇതാണ് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യനെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയും അങ്ങനെ ആശ്വസിപ്പിക്കാം. ഇതാണ് പുണ്യ റസൂൽ, അതാണ് സയ്യിദു ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ മുഴുവനും നേതാവാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി. ആ നബിയുടെ മേൽ നീ സലാമത്ത് നൽകണമേ വറഹമന്ന, നീ തീർച്ചയായും കരുണയും കാണിക്കണമേ റബ്ബേ. വശരീഫ, ആ നബിയെ നീ ശറഫാക്കണമേ, മാത്രം നൽകണമേ റബ്ബേ. ബാക്കി അടുത്ത ക്ലാസ്. إلى حضرة المصطفى محمد صلى الله عليه وسلم. الفاتحة.